രാജ്യത്തെ EV വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വാഹന നിർമ്മാതാവാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ EVകൾക്ക് വേണ്ടി മാത്രമുള്ള EV എക്സ്ക്ലൂസീവ് ഷോറൂം അടുത്തിടെ കൊച്ചിയിൽ തുറന്നിരുന്നു. ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലുമാണ് 2 ഷോറൂമുകൾ തുറന്നത്. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 3ാമത്തേതുമാണ് ഈ ഷോറൂമുകൾ. കേവലം ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കുന്നതിലുപരി ടാറ്റ നൽകുന്ന സേവനങ്ങൾ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് അറിയണ്ടേ? നമുക്ക് നോക്കാം. പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമ്മൾ പല ഷോറൂമുകളിലും പോയിട്ടുണ്ടാവും. പക്ഷേ EVകൾക്ക് മാത്രമായി ഒരു ഷോറൂം തുടങ്ങി. അതിൽ എന്തായിരിക്കും തരിക? ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നും സനിക എത്തിയിട്ടുണ്ട്. സനികയോട് ചോദിക്കാം. നമസ്കാരം സനിക. ഹലോ. എന്താണ് EVകൾക്ക് മാത്രമുള്ള ഒരു ഷോറൂമിൽ കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത്? ആക്ച്വലി നമ്മൾ ഈ ഒരു ഷോറൂം എന്ന് പറഞ്ഞ ഒരു 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം ബിൽഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സസ്റ്റൈനബിലിറ്റി, ടെക്നോളജി, കമ്മ്യൂണിറ്റി, ഈ ഒരു 3 പില്ലേഴ്സ് ആണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇവിടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നതെല്ലാം റീസൈക്കിൾ ചെയ്തേക്കുന്ന മെറ്റീരിയൽസാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ LED ലൈറ്റ്സുമാണ്. ഹീറ്റ് പ്രൊഡ്യൂസ് കുറയ്ക്കാനും ഇലക്ട്രിസിറ്റി കുറയ്ക്കാനാണ് നമ്മൾ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ്സ് വരാനാണ് കൂടുതൽ ശ്രമിച്ചേക്കുന്നത്. അതിനാണ് ഈ ഒരു ഗ്ലാസ്സിലുള്ള പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഒരു റീഫ്രഷ്മെന്റിന് മാത്രമായിട്ട് ഒരു ബ്ലൂടൊക്ക എന്നുള്ളൊരു കഫ്റ്റേരിയ ഉണ്ട് നമുക്ക്. നമ്മൾ ടാറ്റയായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ബ്ലൂടൊക്ക. ഇന്ത്യൻ ബ്രാൻഡാണ്. അതിൽ 2 തീമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബ്ലൂടൊക്ക ഉദ്ദേശിക്കുന്നത് ഒന്ന് കസ്റ്റമേഴ്സിനെ നല്ല കോഫി സെർവ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാൻ. അപ്പോൾ ആദ്യത്തെ പില്ലർ കഴിഞ്ഞു. അടുത്ത പില്ലർ ഏതാ? അടുത്ത വരുന്നത് നമുക്ക് ടെക്നോളജി ആയിരുന്നു നമ്മൾ സെക്കൻഡ് പില്ലർ എന്ന് വരുന്നത്. സെക്കൻഡ് പില്ലർ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ EV കാർസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ടെക്നോളജി അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു EV സ്റ്റോറിൽ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയൻസും കാര്യങ്ങളും ഇപ്പൊ കാണാനില്ല അല്ലെങ്കിൽ ഇവിടെ ഇല്ല എങ്കിൽ അതിനായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോൺഫിഗറേറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ എത്ര കളേഴ്സും കാര്യങ്ങളും ഉണ്ട് ആ വേരിയൻസിൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇന്റീരിയർ വ്യൂവും എക്സ്റ്റീരിയർ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. ഒരു ഇന്റർഫേസിലാണ് വരുന്നത്. നമുക്കൊരു 360 വ്യൂവിൽ നമുക്ക് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അതെ, നമുക്ക് ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റിലുള്ളത്. നമുക്ക് ഇത്രയും കളേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇന്ത്യ 360 ഡിഗ്രി നമുക്ക് എല്ലാം വണ്ടിയുടെ എല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ റോഡിൽ ഇറങ്ങിയാലും ടാറ്റയുടേതടക്കം എത്ര ചാർജിങ് സ്റ്റേഷനുകളുണ്ടെന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ആ സംഭവം? ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ എത്ര ചാർജിങ് സ്റ്റേഷനുകളുണ്ട്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പരിശോധിക്കാം. ഇത്രയും ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് എത്ര കിലോമീറ്റേഴ്സ് ആണ്, ടോട്ടൽ ടൈം വരുന്നത് എത്ര അവേഴ്സ് ആണ്, പിന്നെ ടോട്ടൽ ചാർജസ് നിയർ ബൈ 225 ചാർജസ് നമുക്ക് ഇപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂർ പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് വരുന്നത് നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റും. നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സാർ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറിന്റെ ഉള്ളിൽ നമുക്കത് കാണാം. കാറിനുള്ളിൽ തന്നെ അറിയാം ഏതാണ് അടുത്ത ചാർജിങ് സ്റ്റേഷൻ. അപ്പൊ EVRoutePlanner.TatoMotors എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ടാറ്റയുടെ 2 പില്ലറുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അടുത്തത് കമ്മ്യൂണിറ്റി എന്ന പില്ലറെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ടാറ്റയുടെ ഭാഗത്ത് നിന്ന് വിഘ്നേഷ് ഉണ്ട്. നമസ്കാരം വിഘ്നേഷ്. എന്താണ് ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കമ്മ്യൂണിറ്റി ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മളൊരു ഇവോൾവ് കമ്മ്യൂണിറ്റി എന്ന് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്കിവിടെ ഒരു വാട്സാപ്പ് ത്രൂ ആയാലും എല്ലാ കസ്റ്റമേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറയുമ്പോൾ അവർക്കുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരാൾക്ക് കിട്ടുന്ന റേഞ്ച് വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഡീറ്റെയിൽ സംസാരിക്കാൻ വേണ്ടി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആശങ്കകൾ പരിഹരിക്കുന്ന ഒരു വേദി കൂടിയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇവിടുന്ന് ഒരു ഡെലിവറി പോയി കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഒരു ബുക്കിംഗ് വന്നാൽ തന്നെ ആ കസ്റ്റമർ നേരെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ അത് നമ്മൾ നേരെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അവരെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് അവർക്ക് അപ്പം തന്നെ ട്രസ്റ്റ് വരും, ഒരു ബിലീവ് വരും. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും.
അപ്പോൾ അവർക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ എനി ഡൗട്ട്സ് ദേ ക്യാൻ ക്ലിയർ വിത്ത് അതർ കസ്റ്റമേഴ്സ്. അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓരോ ഇവന്റ്സ് നടത്താറുണ്ട്. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവന്റ് വരാറുണ്ട്. ഡ്യൂറിങ് സൺഡേസ് അല്ലെങ്കിൽ സാറ്റർഡേസ് അങ്ങനെയൊക്കെ മെയിൻലി വരുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ടിയാഗോ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ടിയാഗോ മാത്രം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലെല്ലാം വിളിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവന്റ് നമ്മൾ ഇവിടെ നിന്ന് മോർണിംഗ് ഒരു ഡ്രൈവ് വയ്ക്കും. ഒരു 9-10 ആ ടൈമിൽ ഡ്രൈവ് വയ്ക്കും. ഇവിടെ നിന്ന് നേരെ ഒരു റിസോർട്ട് ഫോക്കസ് ചെയ്യും. അവിടെ ചെല്ലും ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടെ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. നമുക്കിവിടെ DC ചാർജിങ് വരുന്നത് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ചാർജിങ് ആണ്. ആ സമയത്ത് സ്പീഡ് ചാർജിങ് ആ സമയത്ത് കസ്റ്റമേഴ്സിന് ഇവിടെ ചാർജിങ്ങിന് ഇട്ടിട്ട് നമുക്ക് ഇവിടെ വന്ന് അവരെ പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ വർക്കിംഗ് ടൈം അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് ഇവിടെ വന്ന് ലോഞ്ച് പോലത്തെ സെറ്റപ്പ്. ശരിക്കും ഒരു 5-star ലോഞ്ച് ആണ്. 5-star ലോഞ്ച്. അതെ. ടാറ്റയുടെ ഷോറൂം വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി ഈ ഷോറൂമിലുള്ള വാഹനങ്ങളെ കുറിച്ചുകൂടി പരിചയപ്പെടാം. ഏതൊക്കെ വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ടാറ്റ ഷോറൂമിൽ ഓഫർ ചെയ്യുന്നത്? നമുക്ക് ഇതിൻ്റെ അകത്ത് ടാറ്റയുടെ EV വെഹിക്കിൾസിൽ നമുക്ക് 4 വെഹിക്കിൾസ് വരുന്നത്. ഒന്ന് ടിയാഗോ EV, മറ്റൊന്ന് പഞ്ച് EV, പിന്നെ നമ്മുടെ നെക്സോൺ EV ആൻഡ് പിന്നെ കർവ് EV. അങ്ങനെ 4 വെഹിക്കിൾസ് വരുന്നത്. അത് 4 വെഹിക്കിൾസ് നമുക്ക് 4 തരത്തിലെ ബാറ്ററി വേസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇപ്പോൾ കർവ് EV ആണ്. ടാറ്റയുടെ ഏറ്റവും ടോപ്പ് വണ്ടി വെഹിക്കിളാണ് വരുന്നത്. ഇത്തരം ഈ ഒരു മോഡൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന്റെ നമ്മൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രൈസ് സെഗ്മെന്റ് ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇത്രയും റേഞ്ച് വരുന്ന വണ്ടി ടാറ്റയുടെ മാത്രമേ ഉള്ളൂ. അറൗണ്ട് ഇതിന്റെ ബാറ്ററി വരുന്നത് 55 വാട്ടിന്റെ കിലോ വാട്ടിന്റെ ബാറ്ററി വരുന്നത്. അറൗണ്ട് റേഞ്ച് നമുക്ക് 585 ആണ്. 585 കിലോ. അതെ. പിന്നെ ഇത് നമ്മുടെ Active.EV പ്ലാറ്റ്ഫോമിൽ മേക്ക് ചെയ്ത വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ EVയുടെ പ്ലാറ്റ്ഫോമിൽ മേക്ക് ചെയ്ത വെഹിക്കിൾ. ഇത് നമ്മുടെ നെക്സോൺ EV ആണ്. SUV ടൈപ്പ് ആണ്. ഇത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 14.99 ആണ്. 14.99. അത് ഓൺ റോഡ് അടുത്ത ടോപ്പ് വേരിയന്റിലേക്ക് എത്തുമ്പോൾ 17.99 ആണ്. 15 ലക്ഷം മുതൽ 18 ലക്ഷം വരെ അങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. പിന്നെ ഇതിന്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 45 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക്. അതിന് അറൗണ്ട് റേഞ്ച് നമുക്ക് 360 to 370 കിട്ടും. 360 മുതൽ 370 വരെ റേഞ്ച് കിട്ടും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ Punch.EV ആണ്. ഇത് നമ്മുടെ മിനി SUV എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിപ്പോ അടിപൊളി ഭയങ്കര സെയിൽ നടക്കുന്ന ഒരു അതെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന വെഹിക്കിൾ. ഇതും നമ്മുടെ Active.EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വെഹിക്കിൾ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ബാറ്ററി പാക്ക് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് 25 കിലോ വാട്ടിന്റെ ബാറ്ററി, മറ്റൊന്ന് 35 കിലോ വാട്ടിന്റെ ബാറ്ററി. അങ്ങനെ 2 തരത്തിലാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ 10.99 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10.99 ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഏകദേശം 14.99 വരും. അതായത് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വണ്ടിയാണ് EVയുടെ എൻട്രി സെഗ്മെന്റ് ഫസ്റ്റ് വണ്ടിയാണ്. Tiago.EV എന്നുള്ള വണ്ടിയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് 2 തരത്തിലെ ബാറ്ററി വരുന്നത്. ഒന്ന് 19 ഒന്ന് 25 25 അങ്ങനെ വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 77.99 ആണ്. 8 ലക്ഷം മുതൽ ഒരു 10-12 വരെ പോകുന്നുണ്ട്. ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും സേഫ്റ്റിയിൽ ഫസ്റ്റ് ആണ്. നമുക്ക് ഈ വണ്ടി ആയാലും സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 2 എയർ ബാഗ്സും നമുക്ക് 4-star റേറ്റിംഗ് വരും. പിന്നെ പഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 എയർ ബാഗ്സും 5-star റേറ്റിംഗ് വരും. ബാക്കിയുള്ള എല്ലാ വെഹിക്കിൾസിലും നമ്മൾ ഗ്ലോബൽ എൻക്വയറിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൈഡിംഗ് കംഫോർട്ട് സസ്പെൻഷൻ വൈസ് ആയാലും ടാറ്റയുടെ വണ്ടികളുടെ സസ്പെൻഷൻ വളരെയധികം കംഫോർട്ട് വൈസ് ബ്രില്യൻ്റ് ആണ്. നമുക്ക് എത്ര ലോങ് പോയാലും ഒരു തരത്തിലുള്ള ക്ഷീണമോ അങ്ങനെ ഒന്നും തോന്നിക്കത്തില്ല. EV എടുക്കുന്നവരുടെ ഒരു കൺസേൺ, ഒരു ആശങ്ക എന്ന് പറയുന്നത് ചാർജിങ്ങിനെ സംബന്ധിച്ചാണ്. വീട്ടിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊരു പരിഹാരം ടാറ്റ കണ്ടെന്നു. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഫാസ്റ്റ് ചാർജർ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. ഇത് 7.2 വോൾ ബോക്സ് ആണ്. ഇത് വോൾ ബോക്സ് ചാർജർ ആണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ പഞ്ചിനും എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. ടൈം ടേക്കിംഗ് പകുതി സമയം. ഇപ്പൊ നമ്മൾ നോർമലി ഒരു 16 ആംപിയർ പ്ലഗിൽ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പകുതി ടൈം ആവും. നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. ചില വേരിയൻസിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ സർവീസ് ഇത് വരുന്നുണ്ട്. ചില വേരിയൻസിൽ നമ്മൾ സർവീസ് എല്ലാ വീടുകളിലും ഇതുപോലെ സാധനം വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുമോ? എല്ലാ വീട്ടിലും വാങ്ങിച്ചു വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ഫേസ് ആയിരിക്കണം. വീട് 3 ഫേസ് ആയിരിക്കണം. എന്നാണ് നമുക്ക് ആ സ്പീഡിൽ അല്ലെങ്കിൽ നോർമൽ 3.3 സ്പീഡിലായിരിക്കും ചാർജ് ചെയ്യാറ്. പിന്നെ നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇതിന് എങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട് ആവും എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സോളാർ ഉണ്ടെങ്കിൽ നമുക്ക് EV വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയാലും ലാഭം തന്നെയാണ്. അപ്പോൾ EV യൂസ് ചെയ്യുന്നവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതും ലാഭത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഈ സോളാർ ഉള്ളവർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും വരുന്നു. നമുക്കിപ്പോൾ എല്ലാ വേരിയൻസും ഇപ്പോൾ ടിയാഗോ തൊട്ട് നെക്സോൺ വരെ വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് സോളാറിന്റെ ഓഫറും വരും. 8,000 തൊട്ട് 20,000 വരെ പോകുന്ന ഓഫേഴ്സ് വരുന്നുണ്ട്.